ഞാനിപ്പം ഈ പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഡിഫറൻസ് തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ വന്നിരിക്കുന്നത് ഒരു ടിപ്സ് പറഞ്ഞു തരുന്നതിന് ആവശ്യത്തിനാണ്. ഈ ജൂൺ ജൂലൈ മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ പൊതുവേ. അപ്പോൾ ആ സമയത്ത് സ്പീക്കർ ബോക്സുകളൊക്കെ ഇതുപോലെ ഈ കാണുന്നത് പോലുള്ള ഫംഗസ് ബാധകളൊക്കെ, അതായത് പൂപ്പൊലി പിടിക്കാനൊക്കെ ഒരുപാട് സാധ്യതയുള്ളൊരു സമയമാണ്. ഈ ഈർപ്പമൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്കിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഈ സ്പീക്കർ ബോക്സുകൾക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിലവിൽ ഇത് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ബോക്സ് നമുക്ക് ഇത് സ്പെയർ ബോക്സുകളാണുള്ളത്. ഇതൊരു 3-way ടവർ ബോക്സ് ആണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഷിപ്പിൻ്റെ ഒരു ട്യൂട്ടറും ബോൾട്ടൺ ബ്രാൻഡിൽ വരുന്ന കോപ്പിയാണ്, ഒറിജിനലല്ല. 5 ഇഞ്ച് മിഡ് സ്പീക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ബേസ് സെക്ഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 10 ഇഞ്ചിൻ്റെ ഒരു വൂഫറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ റേഞ്ച് സ്പീക്കറായിരുന്നു. ഞാനത് വൈൻഡ് ചെയ്ത് വൂഫറാക്കി, അല്ലെങ്കിൽ ഒരു സബ് വൂഫറാക്കി മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ ഓൺ പ്രോഡക്റ്റ് തന്നെയാണത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്രോസ് ഓവർ നെറ്റ്വർക്കും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഇട്ട് തരാം. അത് താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണത് മേക്ക് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ ഈ ഒരു ബോക്സ് ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല. ഇതാ ഒരു പൂപ്പൊലി വന്ന കണ്ടീഷനിൽ തന്നെ നിൽക്കുക. അതേസമയത്ത് ഇത് ഞാനിപ്പം ഈ പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഡിഫറൻസ് തമ്മിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും. നല്ല ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്പീക്കറുകളുടെയൊക്കെ ഒരു പഴക്കം നമുക്കിതിനകത്ത് ഫീൽ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 5 വർഷത്തിന് മുകളിലായിട്ടുള്ള സ്പീക്കറാണിത്. പക്ഷേ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് ഒരു പുതുമ, ഒരു തിളക്കം ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു മാറ്റ് ഫിനിഷിങ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ട്യൂട്ടറിലേക്ക് നോക്കിയാലും അത് നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റും. ഇവിടെ ഒരു മങ്ങിയ ഫീലിംഗ് ആണുള്ളത്. സ്പീക്കറാണെങ്കിലും വൂഫറാണെങ്കിലും എല്ലാം ഒരു ഫീലിങ്ങിലാണ് നിൽക്കുന്നത്. ഇതിലേക്ക് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും. നല്ലൊരു ടോൺ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഗ്ലേസിങ്, ഒരു മാറ്റ് ഫിനിഷ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം അത് ഒരു ആപ്ലിക്കേഷൻ മാത്രമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ എന്താണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിലവിൽ ഞാനിത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ അറിയാൻ പറ്റും എന്നുള്ളതാണ്. വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു. എന്തായാലും എന്താണ് സംഗതി എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ സംഗതി ഈ കാണുന്നതാണ്. ഇത് വേറെ ഒന്നുമല്ല, നിസ്സാര കാര്യം തന്നെയാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ ഉപയോഗിക്കുന്ന ടൂ വീലർ അല്ലെങ്കിൽ ടൂ വീലറൊക്കെ ഉള്ളവരുടെ നമ്മൾ സ്വന്തമായിട്ടൊക്കെയാണ് ഈ ഓയിലുകളൊക്കെ മാറുന്നതെന്നുണ്ടെങ്കിൽ, എൻജിൻ ഓയിലൊക്കെ മാറുന്നുണ്ടെങ്കിൽ ആ മാറി എൻജിൻ ഓയിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്
ഇത് ഒരു സ്കൂട്ടറിൻ്റെ ഗിയർ ഓയിൽ മാറിയ പഴയ ഓയിലാണ്. ഈ ഓയിൽ ഉപയോഗിച്ചിട്ടാണ് ഞാനത് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതുപോലെ ഒരു തുണി എടുക്കുക, ഈ തുണി ഉപയോഗിച്ചിട്ട് ഇത് മുക്കുക, മൊത്തത്തിലൊന്ന് തുടച്ചു വിടുക. ഇത്ര മാത്രം ചെയ്താൽ മതി, വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലുള്ള പഴയ ഒരു ഓയിൽ നിങ്ങൾക്കിപ്പം വീട്ടിൽ ഇത് മാറുന്നില്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വർഷോപ്പിൽ പോയാലും നിങ്ങൾക്കിത് ഒരു പൈസ പോലും കൊടുക്കാതെ അവർ ഫ്രീ ആയിട്ട് തരും. അത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അപ്ലൈ നൈസായിട്ടൊന്ന് മുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് തുടച്ച് വിട്ടാൽ മാത്രം മതി. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പൂപ്പലും കാര്യങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇതിൻ്റെ ഈ ഒരു ടവർ ബോക്സ് നമ്മളിത് ഒരു സ്റ്റീരിയോ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയറാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടാണ്, കോപ്പറേറ്റിൻ്റെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലൈവായിട്ടുള്ള ഓഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളും കേൾക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് വരാം. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് റെക്കോർഡ് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനും ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഒരു 3-4 മാസമായിട്ട് വളരെ ഗ്യാപ്പിലായിരുന്നു ഒരു വീഡിയോ ചെയ്തത്. അതിൻ്റെ കാരണം പറഞ്ഞാൽ കുറേ പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു അത് ചെയ്യാൻ പറ്റാതിരുന്നത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനായിട്ടാണ് ശ്രമിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഇനി അങ്ങോട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.